ഇന്ത്യക്കാരടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഹരം. അന്തർദേശീയ വിദ്യാർത്ഥികൾക്കുള്ള വിസ സംബന്ധിയായ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ്. അപേക്ഷകരുടെ സമൂഹ മാധ്യമങ്ങളിലെ പെരുമാറ്റം വിശദമായി വിലയിരുത്തിയ ശേഷം മാത്രമാകും ഇനി വിദേശ വിദ്യാർത്ഥികൾക്കായി വിസ നൽകുകയെന്നാണ് ട്രംപ് ഭരണകൂടം വിശദമാക്കുന്നത്. പുതിയൊരു നിർദ്ദേശം വരുന്നതുവരെ വിസയ്ക്കായുള്ള അഭിമുഖങ്ങൾ അടക്കമുള്ളവ നിർത്താനാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നയതന്ത്ര പദവികളിലെ ഉദ്യോഗസ്ഥർക്കായി നൽകിയ നിർദ്ദേശത്തിൽ വിശദമാക്കുന്നത്. അപേക്ഷകരുടെ സമൂഹ മാധ്യമങ്ങളിലെ പെരുമാറ്റം സൂക്ഷ്മമായി വിലയിരുത്തണമെന്ന് കോൺസുലേറ്റുകൾക്കും ട്രംപ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളിൽ ഇടത് അനുഭാവ നിലപാടുകൾ പിന്തുടരുന്നത് വ്യാപകമായതാണ് ട്രംപ് സർക്കാരിന്റെ നടപടിക്ക് കാരണമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില ക്യാമ്പസുകളിൽ യഹൂദ വിരുദ്ധത വെച്ചു പുലർത്തുന്നുണ്ടെന്നും ട്രംപ് ഭരണകൂടം നിരീക്ഷിക്കുന്നുണ്ട്. അതിനാലാണ് പ്രവേശന നടപടികളിൽ ശക്തമായ നിരീക്ഷണം നടത്താൻ എംബസികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ വിസ അഭിമുഖത്തിന് തീയതി അനുവദിച്ചവർക്ക് പുതിയ നയം ബാധകമാവില്ല. എന്നാൽ പുതിയ അപേക്ഷകൾക്കെല്ലാം തന്നെ പുതിയ രീതി ശക്തമാകുമെന്നാണ് വ്യക്തമാകുന്നത്. അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതൃരാജ്യങ്ങളിലെ US എംബസികളിൽ വെച്ചാണ് വിസ അഭിമുഖം നടക്കാറ്. അമേരിക്കയിലെ ഏറിയ പങ്കും സർവകലാശാലകളും വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിനെ സർവകലാശാല പ്രവർത്തനത്തിനായി ആശ്രയിക്കുന്നുണ്ട്. തദ്ദേശീയരായ വിദ്യാർത്ഥികളെക്കാൾ കൂടിയ ഫീസാണ് അന്തർദേശീയ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത്. എന്നാൽ രാജ്യത്തേക്ക് എത്തുന്നത് ആരാണെന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതിനാൽ ശക്തമായ നടപടി തുടരുമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടമ്മി ബ്രൂസ് ചൊവ്വാഴ്ച വിശദമാക്കിയത്. ട്രംപ് ഭരണകൂടം സർവകലാശാലകൾക്കുള്ള സാമ്പത്തിക സഹായം മരവിപ്പിക്കുകയും വിദ്യാർത്ഥികളെ നാടുകടത്തുന്നത് തുടരുകയും ചെയ്യുന്നതിന് ഇടയിലാണ് പുതിയ മാറ്റമെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നാടുകടത്തൽ നിലപാടിനെതിരെ കോടതിയിൽ നിന്ന് തിരിച്ചടി പതിവായതോടെയാണ് വിസ അഭിമുഖങ്ങൾ വളരെ കർക്കശമാക്കാനുള്ള നീക്കത്തിൽ ട്രംപ് ഭരണകൂടം എത്തിയത്. പലസ്തീൻ അനുകൂല നിലപാടും പ്രവർത്തനങ്ങളും പല സർവകലാശാലകളും ക്യാമ്പസിൽ അനുവദിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് ആരോപിക്കുന്നത്. എന്നാൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ് ഭരണകൂടമെന്നാണ് സർവകലാശാലകൾ നീക്കത്തെ നിരീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യക്കാരടക്കം വിദേശ വിദ്യാർത്ഥികൾക്ക് ഒരു മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം ട്രംപ് ഭരണകൂടം നൽകിയിരുന്നു. ക്ലാസുകൾ ഒഴിവാക്കുകയോ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദേശ വിദ്യാർത്ഥികൾക്കും വിസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭാവിയിൽ US വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പഠനം ഉപേക്ഷിക്കുകയോ ക്ലാസുകൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സ്കൂളിനെ അറിയിക്കാതെ പഠന പരിപാടിയിൽ നിന്ന് പിന്മാറുകയോ ചെയ്താൽ സ്റ്റുഡന്റ് വിസ റദ്ദാക്കപ്പെടാം. കൂടാതെ ഭാവിയിൽ US വിസകൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയും നഷ്ടപ്പെട്ടേക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വിസ നിബന്ധനകൾ എപ്പോഴും പാലിക്കുകയും വിദ്യാർത്ഥി പദവി നിലനിർത്തുകയും ചെയ്യണമെന്ന് ഇന്ത്യയിലെ US എംബസി ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.